നമസ്തേ. മക്കളെല്ലാവരും ഉറക്കെ ടീച്ചറിനോടൊരു നമസ്തേ പറഞ്ഞേ. ആ നമസ്തേ. എല്ലാവരും മിടുക്കരായിട്ടിരിക്കുന്നുണ്ടല്ലോ. സുഖമാണ് എല്ലാവർക്കും? അതെല്ലേ, എല്ലാവരും സുഖമായിരിക്കുന്നു. മക്കള് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചില്ലേ? എന്തൊക്കെ പഠിച്ചു? പാട്ടുകൾ പഠിച്ചു, കഥകൾ പഠിച്ചു, ചിത്രം വരയ്ക്കാൻ പഠിച്ചു, ഒക്കെ പഠിച്ചു അല്ലേ? എന്നാലേ ഇന്ന് നമുക്ക് ഒരു യാത്ര പോയാലോ? എങ്ങോട്ടാ പോകേണ്ടത്? എല്ലാവർക്കും യാത്ര പോകാൻ ഇഷ്ടമല്ലേ? ആ ആണല്ലേ. എങ്ങോട്ടാ മക്കളെ പോകേണ്ടത്? എങ്ങോട്ടാ? ആ കളിപ്പാട്ടക്കടയിലേക്കോ? എങ്കിൽ മക്കൾക്ക് ഇഷ്ടമുള്ള കളിപ്പാട്ടക്കടയിലേക്ക് തന്നെ നമുക്കിന്നൊരു യാത്ര പോകാം. എല്ലാവരും റെഡിയായില്ലേ? മക്കള് എല്ലാ സാധനങ്ങളും കളിപ്പാട്ടങ്ങളും ഒക്കെ നന്നായിട്ട് നിരീക്ഷിക്കണം. പക്ഷേ കടക്കാരൻ്റെ അനുവാദമില്ലാതെ സാധനങ്ങളൊന്നും വലിച്ചെടുക്കരുത് കേട്ടോ. ടീച്ചർ പറഞ്ഞത് മക്കൾക്ക് മനസ്സിലായോ? എങ്കിൽ നമുക്ക് പോകാം. ദാ നോക്കിക്കേ, എത്ര കളിപ്പാട്ടങ്ങളാ മക്കളെ കാണുന്നത്. എന്ത് ഭംഗിയാ. ഹായ്, ഇതൊക്കെ എന്താ? മക്കളെല്ലാവരും ഒന്ന് കൃത്യമായി നോക്കിക്കേ. ഒത്തിരി കളിപ്പാട്ടങ്ങളുണ്ടോ? ആ കാറുണ്ട്, ബസ്സുണ്ട്, നായക്കുട്ടിയുണ്ട്. ഓ, എത്ര കളിപ്പാട്ടങ്ങളാ മക്കളെ. എല്ലാവരും കണ്ടോ ഇതൊക്കെ? നിങ്ങൾക്ക് വീട്ടിൽ കളിപ്പാട്ടങ്ങളുണ്ടോ? ആ എങ്കിൽ നമുക്കിന്ന് കുറച്ച് കളിപ്പാട്ടങ്ങൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കാം. മക്കൾ നോക്കിയേ, ഏത് കളിപ്പാട്ടങ്ങളാ മക്കൾക്ക് ഇഷ്ടമായത്? അതാ ബലൂണാണോ? പിന്നെയോ പാവയാണോ മോളെ? ആ എങ്കിൽ നമുക്ക് ഈ പാവ വാങ്ങിക്കാം. ടീച്ചർ ഇതിന് എത്ര വിലയാണെന്ന് നോക്കട്ടെ. ഹായ്, 100 രൂപ മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ പാവ വാങ്ങിയാലോ? ആ എങ്കിൽ ഈ പാവ നമുക്ക് ഇവിടെ വയ്ക്കാം. ഇനി മക്കൾ നോക്കിയേ, ഇനി ഈ കടയിൽ നിന്ന് നമുക്ക് ഏത് കളിപ്പാട്ടമാണ് വാങ്ങിക്കേണ്ടത്? മക്കൾ പറഞ്ഞേ. ചെണ്ടയാണോ? എങ്കിൽ നമുക്ക് ചെണ്ട വാങ്ങിക്കാം. ഹായ്, നല്ല ഭംഗിയുള്ള ചെണ്ടയാണല്ലോ. ഹായ്, എന്തൊരു ഭംഗിയാ. നമുക്കിത് വാങ്ങിക്കാം. മക്കൾക്കിത് ഇഷ്ടമായോ? ഇഷ്ടമായി അല്ലേ? ഇനി ഏതാ കളിപ്പാട്ടമാ മക്കൾക്ക് വേണ്ടത്? ഇന്ന് മക്കൾ നോക്കിയേ, ഏത് കളിപ്പാട്ടമാ ടീച്ചർ വാങ്ങിക്കേണ്ടത് മക്കൾക്ക് വേണ്ടി? എന്താ, ബസ് വേണോ മക്കൾക്ക്? ആ എങ്കിൽ ബസ് കൂടി നമുക്ക് വാങ്ങിക്കാം. ദാ എന്താണ് ഈ ബസ്സിൻ്റെ നിറം? മക്കൾ പറഞ്ഞേ, എന്താണ് ഇതിൻ്റെ നിറം? ആ പറഞ്ഞല്ലോ, ചുവപ്പ്. നല്ല ഭംഗിയില്ലേ കാണാൻ? എങ്കിൽ ബസ് നമുക്ക് വാങ്ങിക്കാം. ഇനി മക്കൾ ഒന്നുകൂടി നോക്കിയേ, ഇനിയും ഒത്തിരി കളിപ്പാട്ടങ്ങളുണ്ട് ഈ കടയിൽ. മക്കൾക്ക് വേണമെങ്കിൽ ഇനിയും നമുക്ക് വാങ്ങിക്കാം. ഏതാ മക്കളെ? നായക്കുട്ടിയാണോ? ഇതാ. ഹായ്, എന്തൊരു ഭംഗിയല്ലേ. നല്ല സുന്ദര കുട്ടനായിട്ടുണ്ടല്ലോ. എങ്ങനെയാ ഈ നായ്ക്കുട്ടി കുരക്കുന്നത്? ഒന്ന് മക്കൾ പറഞ്ഞേ. ആ അത് തന്നെ, ബൗ ബൗ. ഹായ്, ഇത് നമുക്ക് വാങ്ങിക്കാം. ഹായ്, എന്തൊരു ഭംഗിയാ.
ഇനിയും ഒത്തിരി കളിപ്പാട്ടങ്ങളുണ്ട്. ഈ കൊച്ചു വള്ളം കൂടി നമുക്ക് വാങ്ങിച്ചാലോ മക്കളെ? ഈ വള്ളം കൂടി വാങ്ങിച്ചാലോ? ഇഷ്ടമാണോ ഇത് മക്കൾക്ക്? ഈ കൊച്ചു വള്ളം ഏതിലൂടെയാ സഞ്ചരിക്കുന്നത്? ഏതിലൂടെയാ? ആ, മിടുക്കൻ പറഞ്ഞല്ലോ, വെള്ളത്തിലൂടെയാണല്ലേ. എങ്കിൽ നമുക്ക് ഇതും കൂടി വാങ്ങിക്കാം. അപ്പോൾ നമ്മൾ ഒത്തിരി കളിപ്പാട്ടങ്ങൾ കണ്ടു, ഒത്തിരി കളിപ്പാട്ടങ്ങൾ നമ്മൾ വാങ്ങി. ഇനിയോ? കളിപ്പാട്ടങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ? മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇനി ഈ കളിപ്പാട്ടങ്ങൾ വച്ച് ഒരു പാട്ട് പാടിത്തന്നാലോ ടീച്ചർ? മക്കൾക്ക് ഇഷ്ടമാണോ പാട്ട്? എല്ലാവർക്കും ഇഷ്ടമാണോ? എങ്കിൽ ടീച്ചറിൻ്റെ കൂടെ മക്കൾ പാടില്ലേ? പാടണേ, ടീച്ചർ പാടിത്തരട്ടെ. ദാ നമ്മൾ ആദ്യം വാങ്ങിയ കളിപ്പാട്ടമാണിത്. എന്താ ഇത്? നല്ല കളിപ്പാവ അല്ലേ? അപ്പോൾ ടീച്ചർ പാടുവന്നേ. ഒന്നാം കടയിൽ നിന്നെന്തു കിട്ടി, ഒന്നാം തരമൊരു പാവക്കുട്ടി, ഒന്നാം തരമൊരു പാവക്കുട്ടി. മക്കൾ പാടിയേ. ഒന്നാം കടയിൽ നിന്നെന്തു കിട്ടി, ഒന്നാം തരമൊരു പാവക്കുട്ടി, ഒന്നാം തരമൊരു പാവക്കുട്ടി. ഇനിയോ? ദാ ഇത് നോക്കിയേ. രണ്ടാം കടയിൽ നിന്നെന്തു കിട്ടി, കോലുകൾ രണ്ടുള്ള ചെണ്ട കിട്ടി, കോലുകൾ രണ്ടുള്ള ചെണ്ട കിട്ടി. രണ്ടാം കടയിൽ നിന്നെന്തു കിട്ടി, കോലുകൾ രണ്ടുള്ള ചെണ്ട കിട്ടി, കോലുകൾ രണ്ടുള്ള ചെണ്ട കിട്ടി. ഇനിയോ മക്കളെ? ഇതാ ഇത് നോക്കിയേ. മൂന്നാം കടയിൽ നിന്നെന്തു കിട്ടി, മുന്നോട്ട് പായുന്ന ബസ്സു കിട്ടി, മുന്നോട്ട് പായുന്ന ബസ്സു കിട്ടി. ഇനിയോ? ഇതാ നാലാം കടയിൽ നിന്നെന്തു കിട്ടി, ബൗ ബൗ കരയുന്ന നായക്കുട്ടി, ബൗ ബൗ കരയുന്ന നായക്കുട്ടി. ഇനിയോ? ഇതാ മക്കളിത് നോക്കിയേ. അഞ്ചാം കടയിൽ നിന്നെന്തു കിട്ടി, അഞ്ചാം കടയിൽ നിന്നെന്തു കിട്ടി, 5 രൂപയ്ക്കൊരു വഞ്ചി കിട്ടി, 5 രൂപയ്ക്കൊരു വഞ്ചി കിട്ടി. ഇനി മക്കളെല്ലാവരും ടീച്ചറിൻ്റെ കൂടെ ഒന്ന് ഉറക്കെ പാടുമല്ലോ. റെഡിയല്ലേ എല്ലാവരും? പാടട്ടെ. ഒന്നാം കടയിൽ നിന്നെന്തു കിട്ടി, ഒന്നാം തരമൊരു പാവക്കുട്ടി, ഒന്നാം തരമൊരു പാവക്കുട്ടി. രണ്ടാം കടയിൽ നിന്നെന്തു കിട്ടി, കോലുകൾ രണ്ടുള്ള ചെണ്ട കിട്ടി, കോലുകൾ രണ്ടുള്ള ചെണ്ട കിട്ടി. മൂന്നാം കടയിൽ നിന്നെന്തു കിട്ടി, മുന്നോട്ട് പായുന്ന ബസ്സു കിട്ടി, മുന്നോട്ട് പായുന്ന ബസ്സു കിട്ടി. നാലാം കടയിൽ നിന്നെന്തു കിട്ടി, ബൗ ബൗ കരയുന്ന നായക്കുട്ടി, ബൗ ബൗ കരയുന്ന നായക്കുട്ടി. അഞ്ചാം കടയിൽ നിന്നെന്തു കിട്ടി, 5 രൂപയ്ക്കൊരു വഞ്ചി കിട്ടി, 5 രൂപയ്ക്കൊരു വഞ്ചി കിട്ടി. മക്കൾക്ക് എല്ലാവർക്കും പാട്ട് ഇഷ്ടമായോ? ആ, എങ്കിൽ ഇന്ന് വീട്ടിൽ പോയിട്ട് കൂട്ടുകാരോടും വീട്ടുകാരോടും എല്ലാവരോടും നമ്മളുടെ കളിപ്പാട്ട കടയിലേക്കുള്ള യാത്രയെക്കുറിച്ച് മക്കൾ പറയില്ലേ? ടാറ്റാ. ഹായ് കുഞ്ഞുമക്കളെ, എല്ലാവരും മിടുക്കരായിട്ടിരിക്കുന്നുണ്ടല്ലോ.
ടീച്ചർക്ക് എല്ലാവരും ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ടീച്ചർ ഇന്ന് രണ്ടുപേരെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആരാണെന്നോ? അവർ രണ്ടുപേരും കൂട്ടുകാരികളാണ്. ടീച്ചർ അവരെ കാണിച്ചു തരാം. ഇതാണ് ടീച്ചർ പറഞ്ഞ കൂട്ടുകാരികൾ. ഇവരുടെ പേരെന്താണെന്നോ? ഇവരുടെ പേര് ചിന്നുവും മിന്നുവും. മക്കളൊന്ന് പറഞ്ഞേ, ചിന്നുവും മിന്നുവും. ചിന്നുവും മിന്നുവും. ഇവരെ ടീച്ചറെ ഇവിടെ വെക്കാൻ പോകുന്നു. ചിന്നുവും മിന്നുവും. എന്താണ് മക്കൾ പറയുന്നത്? രണ്ടുപേരും ഒരേപോലുള്ള ഉടുപ്പിട്ടിട്ടുണ്ടെന്നോ? രണ്ടുപേരും ഒരേ നിറത്തിലുള്ള ഉടുപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നുണ്ടെന്നാ? ഒരുപോലെയാണോ മക്കളെ? അല്ല അല്ലേ, വ്യത്യാസമുണ്ടെന്നോ? വ്യത്യാസമുണ്ടെന്നാണല്ലേ. എന്നാൽ എൻ്റെ കുഞ്ഞുമക്കൾ ടീച്ചറോട് ഓരോരോ വ്യത്യാസങ്ങൾ പറയുമല്ലോ. പറഞ്ഞൂടെ? റെഡി? എന്നാൽ പറഞ്ഞോളൂ. ചിന്നു, മുടി കെട്ടിയിട്ടില്ല. മിന്നു, മുടി കെട്ടിയിട്ടുണ്ട്. ശരിയാണല്ലോ. ചിന്നു മുടി കെട്ടിയിട്ടില്ല, മിന്നു മുടി കെട്ടിയിട്ടുണ്ട്. അടുത്ത വ്യത്യാസം പറഞ്ഞോളൂ മക്കളെ. ചിന്നു പൊട്ട് കുത്തിയിട്ടില്ല. ആണല്ലേ. മിന്നു പൊട്ട് കുത്തിയിട്ടുണ്ട്. ശരിയാണല്ലോ. ചിന്നു പൊട്ട് കുത്തിയിട്ടില്ല, മിന്നു പൊട്ട് കുത്തിയിട്ടുണ്ട്. വളരെ ശരിയാ മക്കൾ ഇതുവരെ പറഞ്ഞത്. അടുത്ത വ്യത്യാസം പറഞ്ഞോളൂ. ചിന്നു കമ്മലിട്ടിട്ടില്ല. മിന്നു കമ്മലിട്ടിട്ടുണ്ട്. ചിന്നു കമ്മലിട്ടിട്ടില്ല, മിന്നു കമ്മലിട്ടിട്ടുണ്ട്. വളരെ ശരി. അടുത്തത് പറഞ്ഞോളൂ മക്കളെ. ചിന്നുവിൻ്റെ പല്ല് കാണുന്നില്ല. മിന്നുവിൻ്റെ പല്ല് കാണുന്നുണ്ട്. ചിന്നുവിൻ്റെ പല്ല് കാണുന്നില്ല, മിന്നുവിൻ്റെ പല്ല് കാണുന്നുണ്ട്. വളരെ ശരിയാണല്ലോ. അടുത്തത് പറയാല്ലേ? റെഡി? ചിന്നുവിൻ്റെ ഉടുപ്പിൽ പോക്കറ്റില്ല. മിന്നുവിൻ്റെ ഉടുപ്പിൽ പോക്കറ്റുണ്ട്. ചിന്നുവിൻ്റെ ഉടുപ്പിൽ പോക്കറ്റില്ല, മിന്നുവിൻ്റെ ഉടുപ്പിൽ പോക്കറ്റുണ്ട്. വളരെ ശരി. നമുക്ക് ഒന്നുകൂടി പറഞ്ഞാലോ? ചിന്നു മുടി കെട്ടിയിട്ടില്ല, മിന്നു മുടി കെട്ടിയിട്ടുണ്ട്. ചിന്നു പൊട്ട് കുത്തിയിട്ടില്ല, മിന്നു പൊട്ട് കുത്തിയിട്ടുണ്ട്. ചിന്നു കമ്മലിട്ടിട്ടില്ല, മിന്നു കമ്മലിട്ടിട്ടുണ്ട്. ചിന്നുവിൻ്റെ പല്ല് കാണുന്നില്ല, മിന്നുവിൻ്റെ പല്ല് കാണുന്നുണ്ട്. ചിന്നുവിൻ്റെ ഉടുപ്പിൽ പോക്കറ്റില്ല, മിന്നുവിൻ്റെ ഉടുപ്പിൽ പോക്കറ്റുണ്ട്. ഇനി എന്തോ പറയുന്നുണ്ടല്ലോ. എന്താണ്? ഇവർ എവിടെ പോകുന്നെന്നോ? ചിന്നുവും മിന്നുവും കളിക്കാൻ പോവുകയാണ്. എവിടെ പോവുകയാണ്? രണ്ടുപേരും കളിക്കാൻ പോകുകയാണ്. എന്തു കളിയാണെന്നോ? രണ്ടുപേരും ഊഞ്ഞാലാടാനാണ് പോകുന്നത്. എൻ്റെ കുഞ്ഞുമക്കൾക്ക് ഊഞ്ഞാലാട്ടം ഇഷ്ടമാണോ? ആണല്ലേ. നിങ്ങൾക്കും ഇവരുടെ കൂടെ കളിക്കാൻ പോകണമെന്നോ? പോകാമല്ലോ. അതിനു മുമ്പ് ടീച്ചറ് നിങ്ങൾക്ക് ഒരു സമ്മാനം തരാമെന്ന് പറഞ്ഞില്ലേ?
ദാ കണ്ടോളൂ, ഇതാ ഒരു സ്റ്റാർ. ടാറ്റ. ഹായ് കുഞ്ഞുമക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ടീച്ചർ ഇന്നേ ഒരു പാവക്കുട്ടിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആരെക്കുറിച്ചാ? ആ, പാവക്കുട്ടിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആരുടെ പാവക്കുട്ടിയാണെന്ന് അറിയാവോ? അമ്മുവിൻ്റെ പാവക്കുട്ടി. അമ്മുവിനെ വലിയ ഇഷ്ടമാണ് പാവക്കുട്ടിയെ. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും കളിക്കുമ്പോഴും എപ്പോഴും അമ്മുവിന് പാവക്കുട്ടിയെ വേണം. എന്നിട്ടോ അമ്മു പാവക്കുട്ടിയെയും പിടിച്ച് ഒരു പാട്ട് പാടും. ഏതു പാട്ടാണെന്ന് അറിയണ്ടേ? ടീച്ചർ അത് പാടിത്തരാട്ടോ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. എന്നോടൊന്നും മിണ്ടാതെ, എന്നോടൊന്നു ചിരിക്കാതെ, എന്നെ കണ്ടിട്ട് കാണാത്ത മട്ടിൽ എങ്ങോ നോക്കുന്നു പാവക്കുട്ടി, എങ്ങോ നോക്കുന്നു പാവക്കുട്ടി. എന്നോടൊന്നും മിണ്ടാതെ, എന്നോടൊന്നു ചിരിക്കാതെ, എന്നെ കണ്ടിട്ട് കാണാത്ത മട്ടിൽ എങ്ങോ നോക്കുന്നു പാവക്കുട്ടി, എങ്ങോ നോക്കുന്നു പാവക്കുട്ടി. കുഞ്ഞിക്കൈ എന്തേ വളരാത്തേ, കുഞ്ഞിക്കാലെന്തേ വളരാത്തേ, കണ്ണൻ ചിരട്ടയിൽ മണ്ണു നിറച്ചിട്ട് മണ്ണപ്പം ചുട്ട് കളിക്കണ്ടേ, മണ്ണപ്പം ചുട്ട് കളിക്കണ്ടേ. പാട്ടിഷ്ടായോ? എൻ്റെ കുഞ്ഞുമക്കൾക്ക് പാട്ടിഷ്ടായില്ലേ? എങ്കിലേ ടീച്ചർ ഒന്നുകൂടി പാടിത്തരാട്ടോ. എന്നോടൊന്നും മിണ്ടാതെ, എന്നോടൊന്നു ചിരിക്കാതെ, എന്നെ കണ്ടിട്ട് കാണാത്ത മട്ടിൽ എങ്ങോ നോക്കുന്നു പാവക്കുട്ടി, എങ്ങോ നോക്കുന്നു പാവക്കുട്ടി. കുഞ്ഞിക്കൈ എന്തേ വളരാത്തേ, കുഞ്ഞിക്കാലെന്തേ വളരാത്തേ, കണ്ണൻ ചിരട്ടയിൽ മണ്ണു നിറച്ചിട്ട് മണ്ണപ്പം ചുട്ട് കളിക്കണ്ടേ, മണ്ണപ്പം ചുട്ട് കളിക്കണ്ടേ. കുഞ്ഞുമക്കൾക്ക് പാട്ടിഷ്ടായില്ലേ? എങ്കിലേ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ടീച്ചറെ ആംഗ്യം കാണിച്ച് പാടിത്തരാട്ടോ. എങ്ങനെയാ? ദാ എന്നോടൊന്നും മിണ്ടാതെ. എങ്ങനെയാ? എന്നോടൊന്നും മിണ്ടാതെ, എന്നോടൊന്നു ചിരിക്കാതെ. എങ്ങനെ? എന്നോടൊന്നു ചിരിക്കാതെ, എന്നെ കണ്ടിട്ട് കാണാത്ത മട്ടിൽ എങ്ങോ നോക്കുന്നു പാവക്കുട്ടി, എങ്ങോ നോക്കുന്നു പാവക്കുട്ടി. മനസ്സിലായോ? ഒന്നുകൂടി പാടണമെന്നോ? അതിനെന്താ, ടീച്ചർ പാടിത്തരാലോ. എന്നോടൊന്നും മിണ്ടാതെ, എന്നോടൊന്നു ചിരിക്കാതെ, എന്നെ കണ്ടിട്ട് കാണാത്ത മട്ടിൽ എങ്ങോ നോക്കുന്നു പാവക്കുട്ടി,
എങ്ങോ നോക്കുന്നു പാവക്കുട്ടി. കിട്ടിയല്ലോ. ഇനി അടുത്ത വരി പാടട്ടെ. കുഞ്ഞിക്കൈ എന്തേ വളരാത്തേ. എങ്ങനെ? കുഞ്ഞിക്കൈ എന്തേ വളരാത്തേ. കുഞ്ഞിക്കാലെന്തേ വളരാത്തേ. കണ്ണൻ ചിരട്ടയിൽ പൂഴി നിറച്ചിട്ട് മണ്ണപ്പം ചുട്ട് കളിക്കണ്ടേ. മണ്ണപ്പം ചുട്ട് കളിക്കണ്ടേ. പാട്ട് ഇഷ്ടായില്ലേ? എങ്കിലേ എൻ്റെ മക്കളെ എല്ലാ കൂട്ടുകാർക്കും പാടിക്കൊടുക്കില്ലേ? ടീച്ചർ പോട്ടെ. ടാറ്റാ. പ്രിയ രക്ഷിതാക്കളെ, കളിയും കളിപ്പാട്ടവും എന്ന തീമിനെ ആസ്പദമാക്കിയുള്ള 3 പ്രവർത്തനങ്ങളാണ് നാം ഇവിടെ കണ്ടത്. ടീച്ചറും കുട്ടികളും കളിപ്പാട്ടക്കട സന്ദർശിക്കുന്നതായിരുന്നു ആദ്യത്തെ പ്രവർത്തനം. കളിപ്പാട്ടങ്ങൾ മറ്റു കുട്ടികളുമായി പങ്കുവെക്കുന്നതിലൂടെ സഹകരണ മനോഭാവവും കൂട്ടായ പ്രവർത്തനവും നടക്കുന്നത് സാമൂഹിക വൈകാരിക വികാസമാണ്. കളിപ്പാട്ടക്കട സന്ദർശിക്കാൻ പോകുമ്പോൾ ചുറ്റുപാടും നിരീക്ഷിക്കുന്നതിലൂടെ നിരീക്ഷണ പാഠവും തൻ്റെ സഹജീവികളെയും ജീവജാലങ്ങളെയും കാണുന്നതിനും തിരിച്ചറിയുന്നതിനും കുട്ടികൾക്ക് ഇതിലൂടെ സാധിക്കുന്നു. പാവകളെക്കുറിച്ചുള്ള ആംഗ്യപ്പാട്ടായിരുന്നു രണ്ടാമത്തേത്. ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് പാട്ട് അവതരിപ്പിക്കുകയും വാക്യങ്ങൾ ഉപയോഗിച്ച് വ്യക്തമായി സംസാരിക്കുവാനും കഴിയുന്നതിലൂടെ ഭാഷാവികാസമാണ് സാധ്യമാകുന്നത്. കുട്ടികൾക്ക് ഇതിലൂടെ താളബോധം, ആസ്വാദനം എന്നിവ വളർത്തിയെടുക്കുന്നതിനും കണ്ടും കേട്ടും മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിനും കഴിയുന്നു. പാവകളുടെ ചിത്രം കാണിച്ചുള്ള സാമ്യവ്യത്യാസം എന്ന പ്രവർത്തനമായിരുന്നു മൂന്നാമത്തേത്. ബുദ്ധി വികാസമാണ് ഇതിലൂടെ സാധ്യമാകുന്നത്. നിറം, വലുപ്പം, ആകൃതി തുടങ്ങിയ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് വസ്തുക്കളെ നിരീക്ഷിക്കുന്നതിനും പ്രത്യേകതകൾ കണ്ടെത്തി അവയെ തരംതിരിക്കുന്നതിനും ഈ പ്രവർത്തനത്തിലൂടെ സാധിക്കുന്നു. ഇന്നത്തെ കിളിക്കൊഞ്ചൽ പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു പ്രവർത്തനവുമായി നാളെ വീണ്ടും കാണാം.